ഈ മുജാഹിദുകാർ പള്ളിയിൽ വെച്ചിട്ട് രാഷ്ട്രീയമായ ചർച്ച നടത്തി എങ്ങനെ ഉണ്ടാവും? ആ പള്ളി കൂട്ടാൻ പിന്നെ വേറെ ഒന്നും വേണ്ടിയല്ല. കാരണം ഒരു മൂലത്തെ ലീഗ്, പറയാൻ INL, ഈ INL ലീഗും തമ്മിൽ എന്ത് ശത്രുതയാണ്? എന്നിട്ട് വരകരമായ പള്ളിക്കമ്മിറ്റി യോഗം വിളിച്ചാൽ ഇവരുടെ അവസ്ഥ എന്താണ്? എന്നിട്ട് ആ വ്യത്യാസം നമ്മൾ പറയുന്നത് ഉള്ള സംഗതി. അപ്പൊ നമ്മളെ കുറിച്ച് നിങ്ങൾ ഒട്ടെടുക്കണം അങ്ങനെ തന്നെ അല്ലേ? അവ സാധാരണക്കാരൻ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ടാണ് പോകുമല്ലോ. അത് 2 ദിവസം ഇമ്മ ഇങ്ങനെ അറിഞ്ഞിട്ട് അത്രയായി കിട്ടി. ഇങ്ങനെയൊക്കെ ഇങ്ങനെ നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ ഗതികേടിൽപ്പെട്ട ഒരു ടീം വലിയ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇമാതിരി വിഷയത്തിലധികം പറയിപ്പിക്കാതെ നിങ്ങൾ ആ മതപരമായ മേഖലയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി അങ്ങനത്തതാ നല്ലത്. അതിപ്പല്ല. മതപരമായ മേഖലയിലെ ശിർക്കിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ മൈക്കെട്ടി ഇന്ന് നമ്മൾ മറ്റേന്ന് അങ്ങനത്തെ പരിപാടിനോട് നമുക്ക് യോജിപ്പില്ല. ഞാൻ തുറന്നു പറയാം. കാരണം എന്താ, ഇങ്ങനത്തെ പരിപാടി കൊണ്ടൊന്നും കാര്യമില്ല. ഇത് ജമാഅത്തെ ഇസ്ലാമിയെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കിട്ടിയ ഒരു അവസരം എന്നുള്ളതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ അവസരത്തിന്റെ സ്വഭാവം പോയാൽ അത് നമ്മൾ നിർത്തും. അതൊരു പരാജയമല്ല നമുക്ക്. കാരണം സുന്നികളും മുജാഹിദുകളും തമ്മിൽ എത്ര കാലം വാദപ്രതിവാദം നടത്തി, എത്ര മൈക്ക് കെട്ടി, എത്ര വാഗ്വാദം നടത്തി. ഇപ്പോഴും വിരോധം നടക്കണ്ടല്ലോ, ഒരു ഗുണം ഉണ്ടായിട്ടില്ല. പറഞ്ഞു ജയിക്കലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് നമ്മളില്ല. പക്ഷെ ഞാനിവിടെ പറഞ്ഞ ഒരു സംഗതിയെയും ഇതുപോലെ പുസ്തകം വായിച്ചിട്ടും മുദ്രണി വായിച്ചിട്ടും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം എന്റെ അഭിപ്രായം നിങ്ങളുടെ ഉള്ളിലുണ്ട്. എന്റെ അഭിപ്രായം ഉണ്ട്. വളരെ വ്യക്തമായിട്ട് വൈരുദ്ധ്യങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇനി എങ്ങനെ നിഷേധിച്ചാലും ഉരുണ്ടാലും അത് മാറാൻ പോകുന്നില്ല. വേണമെങ്കിൽ ഇതാ 2 ഉദാഹരണത്തിന്. ദൈവവിശ്വാസം ജീവിത പദ്ധതിയിൽപ്പെട്ടതല്ല. മലക്കുകളിലുള്ള വിശ്വാസം, മലക്കുകളിൽ വിശ്വസിക്കൽ ജീവിത പദ്ധതിയല്ല. ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ. അതിനാൽ ഇസ്ലാമിനെ പറ്റി ജീവിതവത്ത എന്ന് പറയൽ ശരിയല്ല. സൽസബീൽ പുസ്തകം 2 ലക്കം 2 ജൂലൈ 1985 പേജ് 4. ജീവിത പദ്ധതി എന്ന് പറയൽ ശരിയല്ല. ഇതിന് നേരെ എതിര് അവരെന്നെ എഴുതിയേക്കുന്നത്. ഇസ്ലാം ഒരു പരിപൂർണ ജീവിത പദ്ധതിയാണ്. മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ ഏതെല്ലാം മാർഗങ്ങളിൽ കൂടി നടക്കണമോ അതെല്ലാം ആ മതം വ്യക്തമാക്കുന്നുണ്ട്. അൽമനാർ പുസ്തകം 1 ലക്കം 3 പേജ് 75. നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കണം. ഇങ്ങനെ ഉണ്ടാവോ? എന്തുകൊണ്ട് പറ്റിയെന്നറിയോ? ആരാധനാപരമായ മേഖലയിലെ തൗഹീദിനെ എതിർത്ത് ഇവരിങ്ങനെ ഇവിടെ കൂടിയതായി കേരളത്തിൽ. ഇത് കേരളത്തിലെ ഉള്ളല്ലോ ഈ സാധനം. ഇവരിനങ്ങോട്ട് വിട്ടാൽ പിന്നെ വേറെ പേരാണ്. ഇവരിന് ഇവരെവിടെ വന്ന് പറയുന്ന വാദം മുഴുവനും അവിടെ പോയാൽ ഉണ്ടാവില്ല. അബുൽ ഹസൻ അലി നബി പോലെയുള്ള ആളുകൾ ജമാഅത്ത് വിട്ട് പോയി. ജമാഅത്തിൽ ഇനി ആരുമില്ല. മുജാഹിദിന് ആകെ പോയത് റാഫ് സുന്നി അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗിച്ചു ഇടിയരങ്ങരയിൽ 1ാമത്തെ പ്രസംഗത്തിൽ. 2ാമത്തെ പ്രസംഗം അപ്പോ മുജാഹിദിന് ആകെ പോയത് ഒരു സുന്നിയും ആദ്യത്തെ ദിവസം പ്രസംഗിച്ചു. പിന്നെ മറുപടി പറയേണ്ടി വന്നപ്പോ മൂപ്പർക്ക് അൽമുർഷിദ് എന്ന് പറയാൻ ഉദ്ധരണി നമ്മൾ ഉദ്ധരിച്ചല്ലോ. അപ്പൊ അതിന് മറുപടി പറയാനല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ ജമാഅത്തുകാരൊക്കെ മുമ്പ് മുജാഹിദായിരുന്നു. അപ്പൊ പലപ്പോഴും ലേഖനം എഴുതിയിട്ടുണ്ട്. പിന്നെ ജമാഅത്ത് വിട്ടുപോയതാണ്, മുജാഹിദ് വിട്ടുപോയതാണെന്ന്. അപ്പൊ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു അബൂ ഇസ്ഹാഖ് ഇസ്മായിൽ മൗലവിയെ പോയിട്ടുള്ളൂ. 2ാമത്തെ പ്രസംഗത്തിൽ പറഞ്ഞു ജമാഅത്തുകാരൊക്കെ മുജാഹിദൊക്കെ ജമാഅത്തായി വേറെ പിന്നെ കുറെ പോയതാണ് ഇപ്പോഴുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി. പിന്നെന്തിനാ നിങ്ങൾ പോയത്? അങ്ങനെ ആയിപ്പോയി. അതുപോലെ തന്നെ വേറൊരു ഉണ്ടുകളി നടത്തും. ഇവിടെ ഇപ്പോ ഇത് രാഷ്ട്രീയം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കുറെ ഉദ്ധരണി വായിച്ചല്ലോ. അപ്പൊ വന്നിട്ട് ഇനി പറയും രാഷ്ട്രീയ ഇസ്ലാമിലുണ്ട്, നബി ഭരണത്തിന് വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ ഞങ്ങളും പറയണ്ടല്ലോ. നമ്മളും പറയുന്നുണ്ടല്ലോ രാഷ്ട്രീയം ഉണ്ട് എന്ന്. ഇവിടെ വായിച്ചല്ലോ ഉദ്ധരണി നന്ദി ഉണ്ട് എന്ന്. അങ്ങനെ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചത്. അതായത് ഇതിന് വൈരുദ്ധ്യമുണ്ട്. ജീവിത പദ്ധതി എന്ന് പറയാൻ പാടില്ല എന്നും പറയാമെന്നും എന്തും ഇവരെന്നെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വൈരുദ്ധ്യം സംഭവിക്കാൻ കാരണം ആരാധനാപരമായ മേഖലയിൽ മാത്രം ലോകത്ത് ഇസ്ലാമുള്ളൂ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ ജമാഅത്തെ ഇസ്ലാമി സമഗ്രമായ ജീവിത പദ്ധതി എന്നുള്ളതിൽ ഇസ്ലാമായിട്ടും വന്നത്. അത് പെട്ടെന്ന് ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഒറ്റടിക്ക് ചാടി എതിർത്ത് കുടുങ്ങിപ്പോയി. അങ്ങനെ എന്റെ അഭിപ്രായം വന്നു. അതെന്താ ജീവിത പദ്ധതി എന്ന് പറയാൻ പറ്റുന്നും പറയാൻ പറ്റൂല എന്നും ഒരേ സമയം പറയുന്നത്.